ഹായ് ഫ്രണ്ട്സ്, രാഹുലാണ്. നമ്മൾ ഇന്ന് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. അതായത് പോളണ്ടിൽ വരുന്ന എല്ലാവർക്കും അത്യാവശ്യമായിട്ട് ആവശ്യമുള്ള ഒരു സംഭവമാണ് പെസൽ നമ്പർ. പെസൽ നമ്പറിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ വരെ പെസൽ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതൊരു വളരെ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അത് നമുക്ക് സിമ്പിളായിട്ട് എടുക്കാവുന്ന കാര്യമാണ്. പോളണ്ട് ഗവൺമെൻറ് അത് ഫ്രീ ആയിട്ടാണ് തരുന്നത്. അത് എങ്ങനെ എടുക്കാം, അതിൻ്റെ പേപ്പർ വർക്ക്, അതിൽ ഫോം ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, വാച്ച് ദ വീഡിയോ. ഇതാണ് നമ്മുടെ പെസൽ നമ്പറിനുള്ള ആപ്ലിക്കേഷൻ ഫോം. ഇത് നമുക്ക് ഉസാദ് ഓഫീസിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതി. ഇതിലെന്തൊക്കെയാണ് ഫിൽ ചെയ്യാനുള്ളതെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, പിന്നെ നമ്മൾ ഏത് കമ്പനിയിലാണോ വർക്കിന് വന്നിരിക്കുന്നത് ആ വർക്ക് പെർമിറ്റിൽ അഡ്രസ് ഡീറ്റെയിൽസ് ഉണ്ടാവും. അതാണ് സ്ട്രീറ്റ് നെയിം, ഏതാണോ സ്ഥലം, അവിടുത്തെ പിൻ നമ്പർ, പിന്നെ എഗെയിൻ നമ്മുടെ ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്. ഇത് നമുക്ക് കാർഡ് വേണോ അതോ പേപ്പറായിട്ട് വേണോ എന്നുള്ളതാണ് പെസൽ നമ്പറിൻ്റെത്. ഞാൻ പേപ്പറായിട്ടാണ് എടുത്തത്, അതിൻ്റെതാണിത്. പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ്, നമ്മൾ ഏത് കൺട്രിയിലാണ് ജനിച്ചതെന്നുള്ളതാണ്. പിന്നെ റെസിഡൻസ് ഏത് കൺട്രിയിലാണെന്നുള്ളത്. പിന്നെ സെയിം ഇത് തന്നെ, നമ്മൾ പോളിഷ് സിറ്റിസൺ ആണോ അതോ ഏത് സിറ്റിസൺ ഉള്ളതെന്നുള്ളതാണ് ഇത്. ഇതിൽ ഇന്ന ടൈപ്പ് ടിക്ക് ചെയ്യുക. പിന്നെ ഇന്ത്യൻ, പിന്നെ നമ്മുടെ പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ടിൻ്റെ എക്സ്പയർ ഡേറ്റ്, പിന്നെ ഇത് മൂന്നാമത്തെ ഇതിലേക്ക് വരാൻ നേരത്ത് നമ്മൾ ജനിച്ച സ്ഥലം അത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമുള്ളതൊന്നുമല്ല. പിന്നെ ഈ പേജൊന്നും ആവശ്യമുള്ളതല്ല. പിന്നെ ഇതൊരു ആർട്ടിക്കിളാണ്. ഇത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതെന്താണെന്നുള്ളത് ഞാൻ കമൻറ്റിൽ ടൈപ്പ് ചെയ്തിടാം, ആവശ്യമുള്ളവർക്ക് അത് നോക്കാം. പിന്നെ നമ്മൾ സബ്മിഷൻ ചെയ്യാൻ പോകുന്ന സ്ഥലം, ഞാൻ പോസ്നാനിലാണ് സബ്മിഷൻ ചെയ്തത്. അപ്പോൾ പോസ്നാൻ എവിടെയാണോ നമ്മൾ സബ്മിഷൻ ചെയ്യുന്ന ആ സെൻറ്റർ, പിന്നെ ഡേറ്റ്, സബ്മിഷൻ ചെയ്യുന്ന ഡേറ്റ്, സൈൻ. ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നമുക്ക് നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റാവുന്നതാണ്. പിന്നെ എല്ലാവരുടെയും സംശയം, നമ്മളിപ്പോൾ ഞാൻ ചെസ്റ്റക്കോവയിലാണ് വന്നത്, പക്ഷേ ഞാൻ പോസ്നാനിൽ നിന്നാണ് പെസൽ നമ്പർ എടുത്തത്. അങ്ങനെ എടുക്കാൻ സാധിക്കില്ല എന്നാണ് മിക്കവരുടെ ഒരു ധാരണ. ചിലർക്കൊക്കെ അറിയാമായിരിക്കും, ഭൂരിഭാഗം പേരുടെ ധാരണ. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് പോളണ്ടിൽ എവിടെ വേണമെങ്കിലും പെസൽ നമ്പർ എടുക്കാം. നമ്മൾ ഏത് പ്രൊവിൻസ് വന്നാലും ഏത് പ്രൊവിൻസിൽ നിന്നും നമുക്ക് പെസൽ നമ്പർ ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും. അവർ ചിലപ്പോൾ നമ്മളോട് ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ വന്ന് എടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ കാര്യം പറഞ്ഞാൽ നമ്മൾ കോഡ് 95-നോ എന്താവശ്യത്തിനാണ് അവിടെ ഉള്ളത് ആ കാര്യം പറഞ്ഞാൽ മതി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രാവശ്യം പെസൽ നമ്പർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനി ചേഞ്ച് ചെയ്യാൻ നേരത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. നമ്മളപ്പോൾ ഈ അഡ്രസ്സ്, നമ്മൾ ഉസാദ് ഓഫീസിൽ പോയിട്ട് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, ഇതേപോലെയുള്ള മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ അറിയണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കാരണം വേറൊന്നും കണ്ടല്ല, നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം പേർക്കും കാണാൻ സാധിക്കില്ല. ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് വാല്യൂ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.